ഇന്ന് നമ്മൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് രാജി ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു കുക്കറിനകത്ത് കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടൊരു പാൻ എടുത്ത് അതിനകത്ത് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒരു കുഞ്ഞു കായത്തിൻ്റെ കഷ്ണം, പിന്നെ ഉഴുന്ന് 3 ടേബിൾ സ്പൂൺ, മല്ലിയില്ലേ അതൊരു 3.5 ടേബിൾ സ്പൂൺ, പരിപ്പില്ലേ നമ്മൾ സാമ്പാറിടുന്ന പരിപ്പ് അത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ, അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ കായം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചെറുതീയിൽ. ഈ മസാലക്കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പം തീ നേരെ സിമ്മിലിട്ട് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണേ. കാശ്മീരി ചില്ലി നാട്ടിൽ നിന്ന് ഉണക്കി പൊടിച്ച് കൊടുത്തു വിട്ടാൽ, അതല്ല എങ്കിൽ നമ്മുടെ നോർമൽ വറ്റൽമുളകില്ലേ അത് ചേർത്താലും മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞ് കുക്കർ ഓണാക്കി അതിനകത്തോട്ട് പൊട്ടറ്റോ ഒരു 3-4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ടൊമാറ്റോ ഒരു 2 എണ്ണം, നമ്മുടെ വീട്ടിലെല്ലാവർക്കും പുളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ടൊമാറ്റോ പുള്ളി ചേർക്കും, പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും സാധനം ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കണം. ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തണുക്കാൻ വെച്ച നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണേ. ഇതുണ്ടോ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയരുത് ഇതിനകത്ത് കഷ്ണമൊന്നും ഇല്ലെന്ന്. അപ്പം നമ്മൾ അരച്ച മസാലയും കൂടെ സാമ്പാറിനകത്ത് ചേർത്ത്, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട സാധനം ചേർത്തിട്ടില്ല, ഉപ്പും ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം ഉപ്പ് വേണോ അത്ര ഉപ്പും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം. ഇനി അതിനകത്ത് കിടന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തോളും. ആ സമയം കൂടെ അതേ പാനിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ചേർത്ത് കടുകും പിന്നെ നമ്മുടെ ചുമന്നുള്ളി, വറ്റൽമുളക്, കരിവേപ്പില ഇത്രയും സാധനം കൂടെ താളിച്ച് ചേർത്താൽ മതി. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെജിറ്റബിൾസ് അധികം ഇല്ലല്ലോ എന്നൊന്നും ആരും പരാതി പറയണ്ട. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നല്ല അടിപൊളി യമ്മി സാമ്പാറാണ് കേട്ടോ.